എടാ എനിക്ക് പേടിയാവുന്നടാ. നിന്റെ പേടി മാറും. ഞാൻ അവിടെ ഓട്ടിട്ട് വെച്ചിട്ടുണ്ട്. നോ ടെൻഷൻ. നിങ്ങൾ വാ. എന്താ ഇവിടെ നോക്കി കാണാവോ? ഇനിയും പോണം. സുഖണാ പോൽപ്പിച്ചേക്കണേ. എടാ ശബ്ദം കേൾക്കാൻ പറ്റൂ? ഞാൻ എൻ്റെ തൊള്ളത്ര വലുതായിരുന്നടാ. തൊള്ള വലുതാക്കിയ ഞാനാണ്. നിങ്ങളെ തൽക്കാലം പോയി. ഈ പുസ്തകം വായിക്കും. എടാ ഒളിഞ്ഞു നോട്ടെന്നൊക്കെ പറയുന്ന ഒരു കലയാണ്. ആ കലയ്ക്ക് പ്രായം ഞാൻ പറയാം. സുഖത്തിനുള്ള ഓർക്കാവൂലോ. ഞാൻ കണ്ടിട്ടെണ്ണ. നീയും പോക്കോ. അണ്ണ എന്താ അണ്ണ? ഗപ്പി ഔട്ട്. അക്കാണ് നിനക്ക്, ആശുവാണ് എനിക്ക്. ആ ഇട് ഇട്. അക്ക നീ ഔട്ടട്ടാ. ഇങ്ങോട്ട് താള ചെക്ക. ഇരുട്ടി കുത്തിരിക്കാണ്ട് മക്കള് വീട്ടിൽ പോകും. അവനെ വീട്ടിൽ പിടിച്ചാൽ മതിയായിരുന്നു. പോയാ ആ പടമൊന്നും മനസ്സിൽ പതിപ്പിക്കാനും പറ്റിയില്ല. രാജ്യത്തായിരിക്കണോ? താൻ അടിക്കുമല്ലോ അല്ലേ? ഓ കഴിക്കും സാറേ. ഓ സാറേ, നമ്മളെ ഓനച്ചൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടാ? എവിടെ വിളിക്ക്? ആ ഓനച്ചോ. ഓ വാ ഓണിച്ചോ. അയ്യോ സാറേ, എന്റെ അടുത്ത് ക്ഷമിക്കണം സാറേ. അന്ന് അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ. ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. ഞാൻ ഇരിക്കാം. എന്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറ, അല്ലെങ്കിൽ ഇത് മൊത്തവും കുടിച്ച് കുപ്പിയും തിന്നു. ഓനച്ചാ, ഞാനിവിടെ ഒരു പാലം പണിയാൻ വന്നതാണ്. അതുകൊണ്ട് എനിക്കിവിടെ നിങ്ങളെ പോലുള്ള പൊളിറ്റീഷ്യൻസിന്റെ സഹായം വേണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. ഹലോ, ഒരു മിനിറ്റ്. എടോ ലാലിച്ച, താൻ കേട്ടോ എന്ത്? എന്നെ പൊളിറ്റീഷ്യൻ എന്ന് വിളിച്ചത്? ചെറുപ്പം മുതൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹ ഈ വിളിയൊന്ന് കേൾക്കാൻ. കൊള്ളാം. ഇത് നോക്കി കൊതിവിട്ടിരുന്നോ? കരകൗശലം ഉറങ്ങിയില്ലേ? നോക്കിയിരിക്കുന്നവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. സാറ് വരാൻ താമസിക്കും. നോക്കിയിരുന്നോ? 90 ചിന്നപ്പാ, അതെ, സാറ് വരാൻ ലേറ്റാവും. നമുക്ക് 2 എണ്ണം അടിച്ചിട്ട് വെള്ളം ചേർത്തങ്ങ് വെച്ചാലോ? അല്ലെങ്കിലും വെള്ളം ചേർക്കാൻ താൻ പണ്ടേ മിടുക്കനാണല്ലേ? അതെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അഴിമതി വീരൻ. ഓനച്ചാ, 4 പിള്ളേരും ടെൻഷനും. താനിതെപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇനി ഇത് പുറത്തു പറഞ്ഞാൽ ഈ 4-1 തൻ്റെ അല്ലെന്ന് ഞാൻ പൊതുജനങ്ങളടുത്ത് നിസ്സംശയം പറയും. താൻ പോയി പറ. സാറ് വെള്ളം ഒഴിച്ചു. വെള്ളം തൊണ്ടക്കുഴി കീറി. വനിത ക്രിസ്മസിലേക്ക് പപ്പ വായിച്ചില്ലേ? പിന്നെ 4 ആൾക്ക് ഓരോ കട്ടൻ എടുക്കട്ടെ. കുറച്ചുകൂടെ കട്ടൻ എടുത്താലോ? എടുത്തോളൂ. ഇതും കൂടെ കൂട്ടി, ഇത് 5ാമത്തെ കട്ടന. അയാളുടെ ചിരിയൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എന്താ സാറേ? ഒന്നുമില്ല. ഇത് അഴുക്കുചാലല്ലേ? ഇവിടെ എന്തിനാ സാറേ അഴുക്കുചാല്? പിന്നെ എന്തിനാ ചാല്? സാറേ, ഇത് പഞ്ചായത്ത് ഉണ്ടാക്കിയ സാറേ. ഇവിടെയൊക്കെ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറും. അങ്ങനെ മഴ പെയ്ത് വെള്ളം കയറുമ്പോ ഇതിങ്ങനെ തടഞ്ഞു നിർത്തിയ ടെൻഷൻ അടിക്കണ്ട സാറേ, ഇത് നമ്മുടെ സ്ഥലമല്ലേ, ഈശ്വര കൈകാര്യം ചെയ്യുന്നുള്ളൂ.
എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ കാര്യം? എന്താ ബാബ? ഒന്നുമില്ലടാ, സാറ് ഓടാൻ വന്നതാ. പോടേക്കെ ചെക്കന്നിട്ട് മിണ്ടരുത്, കൊല്ലും ഞാൻ. അവന്റെ മസിൽ കണ്ട. നിന്റെ പ്രായമാണോടാ എനിക്ക്? ഈശോയെ, അവനെന്നെ ഓടെ പിടിച്ച് നോക്കിയേനെ. ഞാൻ പറഞ്ഞില്ലേ ഒരു കിളവൻ കുറച്ച് ഞരമ്പാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ, എന്ത് വേണം? എനിക്കൊരു മോളുണ്ട്, ഇപ്പൊ 12 വയസ്സായി. നിങ്ങൾക്ക് 12 വയസ്സുള്ള മോളോ? എൻ്റെ കൊച്ചുമോളാണ് ആമിന. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ ബാപ്പയും ഉമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവളെ എഞ്ചിനീയറാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്കൂൾ പഠിത്തം കഴിഞ്ഞാൽ എവിടെ ചേർക്കണം? ഇത് ചോദിക്കാനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കാണിച്ചത്. ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമല്ലേ ചിരിക്കാനുള്ള കഴിവുള്ളൂ, അതുകൊണ്ട് ചിരിച്ചതാ. ആമിന പഠിക്കോ നന്നായിട്ട്? ക്ലാസ്സിൽ ഫസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കൂ. ഇത്രയേ ഉള്ളൂ? അതെ, ഇത്രേ ഉള്ളൂ. ഇതൊക്കെ എനിക്കും അറിയാം. ഗേറ്റ് അടക്കാൻ നേരായി. തന്റെ കട്ടന് വേണ്ട ഒരു കോപ്പും വേണ്ട. കയറിപ്പോടോ. അവർക്ക് വേണോ എന്തോ. ഇത്ര ചെറിയ മാറ്റർ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഡീൽ ചെയ്താൽ പോരെ? ഏയ്, അത് ശരിയാവില്ലടോ. ഒന്നുമില്ലല്ലോ, അവൻ്റെ പ്രായമെങ്കിലും ഓർക്കണ്ട ഞാൻ. അവനൊന്ന് കരയിക്കണം, കാല് പിടിപ്പിക്കണം. പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. താൻ വിളിക്കടോ. എവിടെ? ഹലോ സാറേ. ആ ലാലിച്ച എവിടെയുണ്ട്? ആ, ഞാൻ വീട്ടില് സാറേ. ആ, അവിടെ എന്താ? എൻ്റെ വീട്ടിലാ. ആ, ഓക്കെ ലാലിച്ച. സോറി. എന്താ സാറേ വിളിച്ചത്? അതെ ലാലി, നമ്മുടെ ആ ഗപ്പി വളർത്തുന്ന പയ്യനില്ലേ? സാറേ, ഒരു മിനിറ്റ് സാറേ. അവനൊരു മാസം എന്ത് വരുമാനം വരും? അത് സാറേ, അത് എൻ്റെ കണക്കിന് ഒരു 12,000 രൂപയാണ് സാറേ. എന്ത് സാറേ? ഓഫീസിൽ നിന്ന് അവന് ജോഡിക്ക് എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? 3 രൂപ സാറേ. അതിൽ 1 രൂപ ഞാനങ്ങെടുക്ക. എൻ്റെ ദൈവമേ, 4 പിള്ളേരല്ലേ സാറേ. ആ, തൻ്റെ വീതം കിട്ടാതൊന്നും പുറത്ത് പോയാലെന്ന് എനിക്കറിയാം. അങ്ങനെ. ആ, അത് ലാലിച്ച, താൻ ആ പയ്യനോട് പറയും ജോഡിക്ക് 50 പൈസ വെച്ച് ഇനി ഓഫീസിൽ നിന്ന് തരാൻ പറ്റത്തുള്ളൂ. എന്ത് സാറേ? അയ്യോ, വളരെ കുറഞ്ഞു പോകില്ല സാറേ 50 പൈസ. അതൊന്നും കുഴപ്പമില്ല, താനങ്ങ് പറഞ്ഞാൽ മതി. ഡേയ്, സാധാരണ കൃഷ്ണൻ സാർ ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടാത്തതാണ്. അതിന് താൻ കൃഷ്ണൻ സാറിനെ നേരിട്ട് കണ്ടോ? അതെങ്ങനെ? നേരെ വെളുത്തപ്പോഴേ ഞാൻ വന്നില്ലേ? എങ്കിൽ അയാളോടൊന്ന് പറഞ്ഞേക്ക് ഈ വിലക്ക് തരാൻ പറ്റില്ല എന്ന്. ആ വിലയ്ക്ക് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവന്റെ ഗപ്പി കൃഷി നിർത്തിക്കോളാൻ പറ. നമുക്കിനി അവനായിട്ട് കച്ചവടം വേണ്ട, അല്ല കൃഷ്ണ? അതെ, എന്നാലും ഇതിന്റെ പിന്നിൽ ഇയാളായിരുന്നു. അയ്യോ സാറേ, അത് നിർത്തിയ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ ഗപ്പിയെ വേണമെന്ന് പറഞ്ഞ്. അവരോടൊക്കെ നമ്മൾ എന്തു പറയും? അല്ല, ഒരു TV ചാനൽ വരെ ഗപ്പി കൃഷിയെ പറ്റി ഒരു ഫീച്ചർ വന്നതാ. കൊടുക്കാന്ന് പറ. ഇത്രയും ചെറിയൊരു മീനല്ലേ? എങ്ങനെയാ സാറേ? ഒരു പാലം പണിയാൻ വന്ന എനിക്ക് 10 അടി നീളമുള്ള കുളം ഉണ്ടാക്കാൻ അധികം സമയം വേണ്ടോ? കടല് പോലൊരു കുളം ഉണ്ടാക്കി അത് നേരെ ഗപ്പിയിട്ട് തരും ഞാൻ. ഫുൾ ചെലവ് എൻ്റെ വക. വരണം, ഇത് വരണം. ഇതിനൊക്കെ കാരണം നീ ഒരുത്തനാ. ഞാനോ? അല്ലടാ, ഞാൻ. എടാ, പിള്ളേരെ പോലെ പെരുമാറണം. നീ ആയിരുന്നാ നിന്റെ വിചാരം? വെറുതെ നിർന്ന അയാളെ മറ്റടുത്ത് ചുണ്ണാമ്പ് വാരിച്ച് വെച്ചിട്ട്. മനസ്സിലായില്ല, വ്യക്തമായിട്ട് പറയൂ. ഡാ, അയ്യേ, അത് ഞാനല്ലേ ഇവനൊറ്റക്കാണ്. അയ്യേ, ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല. ഈ വിലയ്ക്ക് സമ്മതിച്ചെന്ന് നീ കൃഷ്ണ സാറിനടുത്ത് പറഞ്ഞേരെ. പറയണം. പറ്റുമെങ്കിൽ ആ എഞ്ചിനീയർ അടുത്ത് പോയി ക്ഷമ പറഞ്ഞേരെ.
അയാൾക്കുള്ള പണി ഞാൻ വരെ വെച്ചിട്ടുണ്ട്. എന്നാ പോയി വെക്കടാ, അയാളങ്ങ് നിന്നേരും. ഞാനൂല് നാട്ടെ, അയാൾ പാലം പണിഞ്ഞിട്ട് പോണവരെ മിണ്ടരുത്. ഡാ ഇവനൊന്നും ഒന്നും പോകാനില്ല. എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ നിനക്കും എനിക്കേ ഉള്ളൂ. ഡേയ് നീ നിന്റെ കാര്യം ആലോചിക്കണ്ടേ, എൻ്റെ കാര്യം ഒന്ന് ആലോചിക്കടേ. ഒന്ന് നിർത്തുള്ള ലാലിച്ച, എത്ര കിട്ടിയാലും ആർത്തി. കൃഷ്ണ സാർ അവിടെ ഉണ്ട്. സാറാ ഈ അപ്രോച്ച് റോഡിൻ്റെ അളവെടുക്കുന്നിടത്തുണ്ടാവും. നേരെ പോയാൽ മതി, വഴി കാണും. ഇഞ്ചിൻ സാറ് കിട്ടും. പാപ്പോയി ഒന്ന് വാടാ, എല്ലാരും വരികയാണെങ്കിൽ വരാം. പോയി ആ സാറിനോട് മാപ്പ് പറഞ്ഞേക്ക്. ഓടാ. ഞാൻ പോയി മാപ്പ് പറഞ്ഞിട്ടരാ. അവന്റെ പോക്ക് കണ്ടിട്ട് അത്ര പന്തിയല്ലല്ലോ. ശരിയാ, അവൻ മാപ്പ് പറയാൻ തന്നെയാണ് പോന്നേ. അതോ തല്ലാനോ? പോയിട്ട് വരട്ടെ. ഇതാടാ സാറേ, ടയറ് ഈ സൈഡും ഇല്ല സാറേ. മനസ്സിലായില്ലേ എനിക്ക്? ഇതൊരു ചെറിയ മാറ്ററല്ലാന്ന്. ആരെങ്കിലും കണ്ടോളൂ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. വാടാ, നമുക്ക് ആശുപത്രി പോയി വരാം. എന്താടാ, എന്ത് പറ്റി? പാപ്പാ, ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ പറഞ്ഞു വരുന്ന വഴിയാ. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഒരു ഓർലിക്സ് കൂടി തന്നാ ഓക്കെ. എന്തായാലും ഇത് അന്വേഷിച്ചാൽ പറ്റും. നമുക്ക് സംയുക്തമായിട്ട് അന്വേഷിക്കാം. ഇതിനൊരു തീരുമാനം നമുക്ക് എടുക്കാം. ആരാന്ന് ഞാനങ്ങനെ അറിയുന്നു? ഞാനിന്ന് രാവിലെ കാണും. കഷ്ടമായി പോയി. സ്കെച്ച് തയ്യാറായ സ്ഥിതിക്ക് നിങ്ങൾ പൊക്കോളൂ. ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ സർ. ശരി. എന്നാലും വല്ലാത്ത അവസ്ഥയായി പോയി. എനിക്കിവിടെ വേറെ ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്.
റൂമുകളൊക്കെ ഉള്ളത്. ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാ ഈ പാതിരാത്രിയിലും? ഹലോ സാർ. ഹലോ, കൃഷ്ണൻ സാർ ഉറക്കമായിരുന്നോ? ഏയ് ഒരിക്കലുമല്ല സാർ. ആരാ ഈ പാതിരാത്രി വിളിക്കുന്നേ? ആരാത്? നാട്ടിൽ നിന്ന് വൈഫ് വന്നിട്ടുണ്ടായിരുന്നു സാർ. അയ്യോ സോറി കൃഷ്ണൻ, എന്നാ നാളെ കാണാം. കുഴപ്പമില്ല പറഞ്ഞോളൂ സാർ. ഒരു കുഴപ്പമില്ല. ഓക്കെ. അതെ കൃഷ്ണ, ഈ റോഡിൽ മുഴുവൻ ഓട നിർമ്മിച്ചത് ഒരു ശരിയായ നടപടിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല സാർ. പിന്നെ ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളും പരിസരവും എല്ലാം കൊള്ളാവും സാർ. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസർ ഒരു മാന്യനായിരുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കേട്ടിടത്തോളം അയാൾ ഒരു നല്ല മനുഷ്യനാണ്. തനിക്ക് ഇപ്പോഴാ പയ്യനോടൊരു സോഫ്റ്റ് കോൺട്രാക്ട് ഉണ്ടല്ലേ? ഏത് പയ്യൻ? ഗപ്പി. ഇല്ല സാർ, ഒരിക്കലുമില്ല സാർ. എനിക്ക് അവനോട് ദേഷ്യമാണ് സാർ, സത്യമായിട്ട് ദേഷ്യമാണ് സാർ. അന്ന് ആ പിള്ളേരെല്ലാം കൂടെ സാറിനെ റോട്ടിലിട്ട് എനിക്കത് ചിന്തിക്കാനേ വയ്യ സാർ. ആണോ? സത്യമായിട്ട്. എന്നാ നാളെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്, ബൈ. പാതിരാത്രി ഒരു സർപ്രൈസ്. ഉറങ്ങിയാവട്ടാ. നിങ്ങൾ എന്തിനാ ഞാൻ ഭാര്യയാണെന്ന് പറയാൻ പോയ? കൂടെ കിടക്കുന്നത് എന്റെ കുഞ്ഞമ്മയാന്ന് പറയാം. നീ എന്തിനാ എങ്ങനെ ചിരിക്കുന്നേ? ഞാനിങ്ങനെ ചിരിച്ചില്ല, നിങ്ങളുടെ ഫോണിൽ നിന്നായിരിക്കും. ഹലോ സാർ, സോറി ഹലോ. ഇന്നലെ ഞാൻ ചായ സുഖമല്ലേ ലാലിച്ച? ലാലിച്ചൻ പോയിക്കോ. എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? പാലം പണി കഴിഞ്ഞിട്ട് നമ്മൾ സാറേ സർപ്രൈസ് അല്ലേ? ഞാനും ഉണ്ട്. എന്നിട്ട് ഞാനാണോ താനാണോ വില്ലേജ് ഓഫീസർ? സാറ് തന്നെ. അപ്പൊ സർപ്രൈസ് ഞാൻ കേട്ടോളാം. ലാലിച്ചൻ ചെല്ല്. സർപ്രൈസ് കേൾക്കാൻ വന്നേക്കണം. അയാളോട് വിളിച്ചിട്ടുണ്ട്. ഹലോ ലാലിച്ച. നീ അമ്മയുടെ അടുത്താണോ? എനിക്കൊന്നും മാറിയില്ല. ഞാൻ ഇപ്പൊ വരാം. മരുന്ന് അവിടെ വെച്ചണ്ടേ? കറി നടന്നോടാ. മുഖവാകെ കരുവാളിച്ച ചില ചന്തപ്പിള്ളേരെ പോലായി. പാലം പണി കഴിഞ്ഞിട്ടേ റോഡിന് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? അതെ. അതിൻ്റെ ഭാഗമായിട്ട് ആ സ്കൂളിൻ്റെ പിറകെ കൂടെയുള്ള വഴിക്ക് ഒന്ന് വീതി കൂട്ടണം. മാത്രമല്ല പാലം പണിക്കുള്ള മെറ്റീരിയൽസ് ഒക്കെ വരുന്ന ആ വഴിക്കാണ്. അപ്പോൾ ആ റോഡിന് നല്ല ഉറപ്പ് വേണം. വേണ്ടേ? വേണം. അതിന് ആ പാപ്പൻ്റെ കടയും പയ്യൻ്റെ കുളവും ഞാൻ പൊളിച്ചു മാറ്റാൻ പോവാം. എപ്പോ? ഇപ്പോൾ. സർക്കാരിൻ്റെ തീരുമാനമാണ് മിസ്റ്റർ കൃഷ്ണൻ. രോഗി ഇച്ഛിച്ചതും കൽപ്പിച്ചതും പണി ഞാൻ കൊടുക്കും സാറേ. അല്ല, അവർക്കൊരു കുറച്ച് സാവകാശം കൊടുത്താൽ അവന് ഗപ്പികളൊക്കെ വേറെ കുളത്തിലേക്ക് മാറ്റാൻ എളുപ്പമാവില്ലേ? അപ്പൊ പിന്നെ എന്താ രസം? നമുക്ക് ഇപ്പൊ പോവാം സാറേ. സമയമെടുക്കും. ലാലിച്ചനെ എല്ലാവരും വിളിച്ച് അറിയിക്കണ്ടേ? എന്താ സാറേ, ഇന്നങ്ങോട്ട് പോയില്ലേ? ഇല്ലടാ, ഒരു ചെറിയ പ്രശ്നമുണ്ടോ? എന്താ സാറേ? എന്തേ? ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നോക്കാൻ വേണ്ടി വന്നതാ. എന്താ പ്രശ്നമാണ്?
സാറേ കട പൊളിച്ചോ സാറേ? കുളം പൊളിക്കല്ലേ സാറേ? എന്തായാലും കുറച്ച് സമയം കൂടെ കൊടുക്കും സാറേ, അവരത് മാറ്റിക്കോളും.